പശ്ചിമേഷ്യ മുൾമുനയിൽ നിർത്തിയ അമേരിക്ക ഇറാൻ സംഘർഷം താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഡൊണാൾഡ് ട്രംപിനുണ്ടാകുന്നത്. എന്തായാലും ലോകം ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ചാണ്. അതായത് മാനിപ്പുലേറ്റിംഗ് കിങ്, ഒരു നാഗരികതയെ തന്നെ ഇല്ലാതാക്കുകയാണെന്നും ശിലായുഗത്തിലേക്ക് ബോംബിട്ട് മടക്കുകയെന്നും ഭീഷണി മുഴക്കിയ ട്രംപ് ഒടുവിൽ പിൻവാങ്ങുന്നത് തന്റെ തന്നെ സൈനിക തന്ത്രങ്ങളുടെ പരാജയമായിട്ട് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ പരം നാണക്കേട് ഇനി അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഓരോ തവണയും നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്ന ട്രംപിനെ അവസാനം പറഞ്ഞത് എന്താണ്? 48 മണിക്കൂർ നിർണായകമാണ്. ഇതിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള സമീപനവും പാലിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പക്ഷേ ആ ഒരു കടുത്ത നിലപാടിലും ഇറാൻ തൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിന്നു. അത് ആ ഒരു ഇറാന്റെ നയം എന്ന് പറയുന്നത് അമേരിക്ക വല്ലാണ്ട് ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ തന്നെ വൈറ്റ് ഹൗസ് ഒരു കാര്യം വ്യക്തമാക്കി, അതായത് ആണവ നിലയങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം ഇടില്ല എന്നുള്ളത്. അവിടെയാണ് ആദ്യത്തെ ഒരു വാക്കുമാറ്റൽ നടന്നത്. അതിനുശേഷമാണ് ട്രംപിന്റെ നിലപാടുകൾ മാറുന്നത്. എന്തായാലും ഒടുവിൽ പിൻവാങ്ങുന്നത് തൻ്റെ തന്നെ സൈനിക തന്ത്രങ്ങളുടെ പരാജയമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 6 ആഴ്ചത്തെ സംഘർഷം അമേരിക്കയെ ലോകത്തിന് മുന്നിൽ വല്ലാതെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി വിയറ്റ്നാം യുദ്ധകാലത്ത് ജനറൽ കർട്ടിസ് ലെമേ ഉപയോഗിച്ച് ശിലായുഗത്തിലേക്ക് ബോംബിടുക എന്ന പ്രയോഗം ട്രംപ് ആവർത്തിക്കുമ്പോൾ ചരിത്രം മറ്റൊരു പരാജയത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അന്ന് 60,000 അമേരിക്കൻ സൈനികരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന അതേ പാശ്ചാത്യ സൈനിക അഹങ്കാരമാണ് ഇപ്പോൾ ഇറാനിലും തകർന്നടിയുന്നത്. വ്യോമാക്രമണം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന തെറ്റായിട്ടുള്ള കണക്കുകൂട്ടൽ വിയറ്റ്നാമിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പരാജയപ്പെട്ടത് ട്രംപ് വിസ്മരിച്ചതായിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കനത്ത സാമ്പത്തിക തകർച്ച നേരിട്ടിട്ടും ഇറാൻ മുമ്പത്തേക്കാളും സുശക്തമായാണ് നിലകൊള്ളുന്നത്. ഇറാന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചോ സൈനിക കരുത്തിനെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെയാണ് അമേരിക്ക മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് പണി പാളിയതും. ഇനി ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം നോക്കാം. ആ നിയന്ത്രണം ഏറ്റെടുത്തും ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയും ഇറാൻ തങ്ങളുടെ നയതന്ത്ര മികവ് തെളിയിച്ചു. അതിൽ അടിപതറി അമേരിക്ക. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാനെ കൂടുതൽ ശക്തരാക്കിയപ്പോൾ അമേരിക്കൻ സൈന്യം വിഭവശേഷി ചോരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവിടുത്തെ സൈനികർ ഇല്ലാതാവുന്നു, അവിടുത്തെ സൈനികർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഇസ്രയേലിൽ നടന്നത് കേട്ടോ. എന്തായാലും ആഗോള പ്രത്യാഘാതങ്ങൾ, ആണവ ഭീഷണി, അത് വലിയൊരു സംഭവമായിരുന്നു. അതായത് യുദ്ധഭീഷണി സാധാരണക്കാരായിട്ടുള്ള ഇറാനിയൻ ജനതയെ പോലും ആണവായുധം മാത്രമാണ് ഏക പോംവഴി എന്ന ചിന്തയിലേക്ക് എത്തിച്ചിരുന്നു. വടക്കൻ കൊറിയയെ പോലെ ഇറാനും ഒരു ആണവ ശക്തിയായിട്ട് മാറിയാൽ അത് ലോകത്തിൽ തീരാത്ത തലവേദനയാകുമെന്നും ഉള്ളൊരു ചിന്ത അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധിയും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു കാരണമാണ്. ഇനി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ആഗോള ഇന്ധന വിപണിയിൽ അതിന്റെ ആഘാതം തുടരും എന്നാണ് പറയുന്നത്. കപ്പൽ ഗതാഗതത്തിന് ഇറാൻ നികുതി ഏർപ്പെടുത്തിയാൽ അത് സൂയിസ് കനാൽ വഴിയുള്ള വ്യാപാരത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കും. ഇതെല്ലാം നടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ പുനർചിന്തനം, അമേരിക്കയുടെ സുരക്ഷാ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള അവരോട് കൂടുതൽ അടുക്കുന്നതിന്റെ ഒരു നീക്കത്തിലാണ്, അങ്ങനെ ശ്രമിക്കുകയാണ്. അമേരിക്കൻ സ്വാധീനത്തിന്റെ തകർച്ച ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിദേശ യുദ്ധങ്ങളിലല്ല എന്ന വാഗ്ദാനവുമായിട്ട് അധികാരത്തിലെത്തിയ ട്രംപ് ഇപ്പോൾ തന്റെ അനുയായികളെയും സഖ്യകക്ഷികളെയും വഞ്ചിച്ചു എന്ന വിമർശനവും ശക്തമാണ്. അതായത് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായ അമേരിക്ക കാണാൻ സാധിക്കുന്നത്. വൈറ്റ് പ്രസിഡന്റ് JD വാൻസിനൊപ്പമുള്ളവർ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ടോമോഹോക്ക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധശേഖരം തീരുന്നത് അമേരിക്കയെ സൈനികമായിട്ട് തളർത്തുന്നു. അവിടെ സൈനികരില്ലാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് റഷ്യൻ പ്രസിഡന്റ് പുടിന് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ 1937 ഒരു ലോക സാഹചര്യത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. ആ ഒരു കാര്യമാണ് നിലവിലുള്ളത്. അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ദുർബലമാവുകയും ലോക നേതാക്കൾക്ക് ദിശാബോധം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അമേരിക്ക ഒരു വിശ്വാസയോഗ്യമല്ലാത്ത ശക്തിയായിട്ട് മാറുമ്പോൾ ലോകത്ത് രൂപപ്പെടുന്ന രാഷ്ട്രീയ ശൂന്യത ഭയാനകമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഒരാവശ്യവുമില്ലാതെ അങ്ങോട്ടേക്ക് പോയി ചർച്ചകൾ ചെയ്ത് കഴിയേണ്ട ഒരു കാര്യത്തിൽ സംയുക്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. ഒരു എപ്പിക് ഫ്യൂറി അങ്ങോട്ടേക്ക് കൊണ്ടുചെന്നിട്ടു. പക്ഷെ ആ എപ്പിക് ഫ്യൂറി ഇന്ന് മുട്ടുപടകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയാണ്. സ്വന്തം രാജ്യം പോലും ഈ യുദ്ധത്തിന് പിന്തുണയ്ക്കാത്ത
പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ, ഭരണകൂടത്തിനെതിരെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ അവരെല്ലാം ഒന്നിക്കുന്നൊരു മനുഷ്യച്ചങ്ങലയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടത്. കാരണം ഞങ്ങൾക്ക് അവിടെ ഈ സൈനികർ മാത്രമല്ല ഉള്ളത്, അവിടുത്തെ ഓരോ കുഞ്ഞു കുട്ടികൾ പോലും ഈ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അവിടുത്തെ ജനത ഒന്നടങ്കം കൈകോർത്ത് ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടായിരിക്കുകയാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തിന് മുന്നിൽ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ നിൽക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയും ഈ ഇസ്രയേലും ഈ രണ്ട് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും പറയുന്നതൊന്നും അവിടുത്തെ ജനങ്ങൾ അത്ര നിഷ്പക്ഷം കേൾക്കുന്നില്ല. കാരണം ഇവരുടെ നിലപാടുകളെ അംഗീകരിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ സർവേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ കുറയുന്നൊരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടാകുന്നു. നേരത്തെ തന്നെ ഈ ട്രംപും ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഫലസ്തീൻ കാര്യത്തിലാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നിരവധി പേരെ അന്ന് കൊന്നു തള്ളിയത് കണ്ടാണ് ജനങ്ങൾ, ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു പരിവേഷമാണ് അവിടുത്തെ ജനങ്ങൾ പോലും നൽകുന്നത്, കണ്ണില്ലാത്ത ക്രൂരതയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ അന്നും ഉണ്ടായിരുന്നു ഈ ഫലസ്തീൻ വിഷയങ്ങളിൽ. എന്തായാലും ഇതെല്ലാം നോക്കിക്കണ്ട് ഈ യുദ്ധക്കൊതിയൊക്കെ ആയിട്ട് പോയ ഇരുവർക്കും ഇന്ന് ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അവർക്കും വലിയൊരു പ്രശ്നം ഇതിലൂടെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധകാർമേഘങ്ങൾക്കിടയിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇന സമാധാന കരാർ അമേരിക്കയും ട്രംപും അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തെയും വിയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കരാറിലെ 10ൽ 9 നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് അപ്രയോഗവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന വിലയിരുത്തലുകൾക്കിടയിലും തൽക്കാലം നാണക്കേട് ഒഴിവാക്കാൻ 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തടിയൂരുകയാണ് ഈ ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറാന്റെ കടുത്ത ഉപാധികൾ അങ്ങനെയല്ല. പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് തയ്യാറാവാത്തത് ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള ഭീതി പരത്തുന്നുണ്ട്. ഇന്ന് ഇറാൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നയതന്ത്രപരമായിട്ട് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടി. മാത്രമല്ല പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ അസാധ്യമായവയാണ് ഇതിൽ ഭൂരിഭാഗവും. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അവഗണിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന ശാഠ്യമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിലേക്ക് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരേറ്റവും കൂടുതൽ യുദ്ധം ചെയ്തത് ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിനെതിരെയായിരുന്നു. മാത്രമല്ല അവിടുത്തെ മണ്ണും അധികാരവും പിടിച്ചെടുക്കുന്നതിനാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് അതിനൊരു മോചനം അല്ലെങ്കിൽ അക്കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരരുത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും പതിറ്റാണ്ടുകളായിട്ട് പശ്ചിമേഷ്യയിൽ അമേരിക്ക പുലർത്തുന്ന സൈനിക മേധാവിത്വം അവസാനിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സേനയെ പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട്. ഇനി ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണം. ഇത് അമേരിക്കയെ വല്ലാണ്ട് ചൊടിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ ആശയക്കുഴപ്പത്തിലാണ് ട്രംപ്. ഇനി ട്രംപ് പറയുന്നത് ഒരു മാനിപ്പുലേറ്റിംഗ് കിങ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ പറഞ്ഞിട്ട് നാളെ അവിടെ നിന്ന് ആക്രമണം നടത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും അങ്ങനെയാണ്. അതായത് പല സമയത്തും പല രീതി പറയുന്ന ഒരു നയമാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ നോക്കിക്കണ്ടേ പറ്റൂ. എന്തായാലും ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൊരു നഷ്ടങ്ങൾക്ക് ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്ന് പറയുമ്പോൾ അമേരിക്കയെ അത് വല്ലാതെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കാരണം അവിടുത്തെ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത്, അവിടുത്തെ സാമ്പത്തിക നട്ടലെല്ലാം ഒടിഞ്ഞ് ആകെ മൊത്തത്തിൽ കുളമായിരിക്കുക. പിന്നെ ഇവരെവിടുന്ന് പൈസ കൊടുക്കും അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുമെന്നുള്ളൊരു ചിന്തയാണ്. ഇതിൽ ഇസ്രായേൽ സഹായിക്കണം, അല്ലെങ്കിൽ ഇസ്രായേലും കൂടി ചേർന്നിട്ടാണല്ലോ ഈ യുദ്ധം നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്രായേലിന് തൽക്കാലമുള്ള വെടിനിർത്തൽ ഈ നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചതൊക്കെ ഇസ്രായേലിന് സമ്മതം മൂളിയിട്ടുണ്ടെങ്കിലും മൗനം പാലിച്ച് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അതൃപ്തിയൊക്കെ ഉണ്ട് വലിയ രീതിയിൽ തന്നെ. കാരണം അവർക്ക് ഏറ്റ അടിക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഒരു വികാരമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ വികാരങ്ങളൊക്കെ അടക്കി പിടിച്ച് തൽക്കാലം ഒരു സമ്മതം മൂളിയിരിക്കുകയാണ് 2 ആഴ്ചത്തേക്ക് യുദ്ധം നടത്തില്ല എന്നുള്ളത്. പക്ഷെ ഈ 2 കൂട്ടരും ആയതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല യുദ്ധം നിർത്തി എന്നുള്ളത്. ഏത് നിമിഷവും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരാക്രമണം എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഇതുവരെ നടന്നതിൽ വെച്ചിട്ട് അതാണ് സാധിച്ചത്. ഒന്നാമത്തെ റിട്ടേക്ക് അതാണ് കാണാൻ സാധിച്ചത്. കാരണം
ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് 3-ാം ഘട്ട ചർച്ച കഴിഞ്ഞിട്ട് 4-ാം ഘട്ട ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഒരു അപ്രതീക്ഷിത ആക്രമണം നടക്കുന്നത്. പിന്നെ ഇറാൻ നിൽക്കുന്നില്ല, ഇറാൻ നേരെ പോയിട്ട് പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് ഈ രണ്ടുപേരും എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് ഗൂഢാലോചന ചെയ്ത് ഈ ആക്രമണം നടത്തുന്നത്. അപ്പൊ ഈ 10 ദിവസത്തെ വെടിനിർത്തൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇനി നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും വാക്ക് മാറാവുന്ന 2 ടീമാണ്. എന്തായാലും ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ വലിയൊരു വെല്ലുവിളിയാണ് ഈ ഒരു 10 നിർദ്ദേശങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ചെറുതല്ല. അത് ഇറാന്റെ കടുത്ത ഉപാധികൾക്ക് മുന്നിൽ അമേരിക്ക വലിയ രീതിയിൽ അയഞ്ഞത് തന്നെ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്വാധീനത്തെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾക്കും ലോകത്തിനും മുന്നിൽ അമേരിക്ക നാണം കെട്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാന്റെ വ്യവസ്ഥകൾക്ക് ഭാഗികമായെങ്കിലും വഴങ്ങിയാൽ അത് ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യും. ഇനി സൗദി അറേബ്യയും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ പ്രാദേശിക മേധാവിത്വത്തെ ഭയപ്പെടുന്നുണ്ട്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും അമേരിക്കയുടെയും ഈ ഒരു ചുവടുമാറ്റം തങ്ങളെ ഒറ്റപ്പെടുത്തുമോ എന്ന ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ പുതിയൊരു പ്രതിരോധ സഖ്യങ്ങളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ അമേരിക്ക സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് കപ്പലുകൾ അതുവഴി വരും, ഹോർമുസ് കടലിടുക്ക് വരുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ അമേരിക്ക പിന്നെ അവിടെ ആക്രമണം നടന്നതിന് ശേഷം അവിടുത്തെ ഒരു സൈനികരെ പോലും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ സംരക്ഷണം ഒരുക്കാന്ന് പറഞ്ഞിട്ടും അവിടെ നിന്ന് മുങ്ങുന്നതാണ് കണ്ടത്. ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു എബ്രഹാം ലിങ്കൻ, അതുപോലെ ജെറാൾഡ് ഫോർഡ് വിമാനവാഹിനി കപ്പലും 3ാമതൊരു കപ്പലും വന്നിരുന്നു. ഇപ്പൊ അതിന്റെ വിവരങ്ങളൊന്നുമില്ല. അപ്പം ആദ്യമെല്ലാം കൊണ്ടുവരുന്നു എന്നാൽ പിന്നീട് അങ്ങനെ ഒരു യുദ്ധമൊന്നും നടത്താതെ അതിൽ നിന്ന് പിന്മാറുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പൂർണ്ണ വിശ്വാസം ഇപ്പൊ അമേരിക്ക ഇല്ലാത്തത്. ഏത് നിമിഷം കഴിയാം അവർ സ്വന്തം കാര്യം കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കേണ്ടി വരുന്നത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കാണെന്നറിയാം. അതുകൊണ്ടാണ് അവരിപ്പം പുതിയൊരു സഖ്യം അല്ലെങ്കിൽ പുതിയൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങുന്നത്. അതായത് ഒരു പുതിയ പ്രതിരോധ സഖ്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ആലോചന തുടങ്ങിയത്. എന്തായാലും ചുരുക്കത്തിൽ ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ വെടിനിർത്തലിലൂടെ ഒരു കരാറിലേക്ക് വാതിൽ തുറന്നിടുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള നാണംകെട്ട കളിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ പ്രവർത്തനക്ഷമമായ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുകയും 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് ഇതിന് മറ്റൊരു കാരണമാണ്. ഇറാന്റെ സൈനിക മേധാവിത്വം അംഗീകരിക്കുന്നത് സൗദി അറേബ്യ, നേരത്തെ പറഞ്ഞതുപോലെ ഈ UAE തുടങ്ങിയ രാജ്യങ്ങളുടെ സുരക്ഷയെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ തന്റെ നിലപാടുകൾ കടുപ്പിച്ച് അവരുടെ ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി വെടിനിർത്തലിന് അവരും സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് ഇറാന്റെ വിജയം എന്ന് പറയുന്നത്.